കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ലേറ്റ് രജിസ്ട്രേഷനും എഡിറ്റിംഗ് സൗകര്യവും നാളെ ജൂലൈ 1 മുതൽ ജൂലൈ 4 വരെ ഉള്ള തീയതികളിൽ നടക്കുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം PGക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും അഡ്മിഷൻ കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റിന് പുറത്തു പോയവർ, അഡ്മിഷൻ എടുക്കാതെ അലോട്ട്മെന്റിന് പുറത്തു പോയവർ ഇവർക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു അഡ്മിഷൻ എടുത്ത പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് പോസിബിൾ അല്ല. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് പോസിബിൾ അല്ല. എന്നാൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് പോസിബിൾ ആണ്. അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, അലോട്ട്മെന്റിന് പുറത്തു പോയ അലോട്ട്മെന്റ് കിട്ടിയിട്ടു അഡ്മിഷൻ എടുക്കാത്ത, മാൻഡേറ്ററി ഫീ അടക്കാത്ത ആളുകൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ ഒരു അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും, അവർക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അവർക്ക് എഡിറ്റിംഗ് ചെയ്യാം. ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനും സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതിന്റെ തീയതി നാളെ ജൂലൈ 1 മുതൽ ജൂലൈ 4 വരെയുള്ള തീയതികളിലാണ് ഇതിന്റെ നടപടികൾ നടക്കുക. ഇതിന് ശേഷം ഈ വരുന്ന ജൂലൈ 7 തീയതി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പിന്നീടുള്ള അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നാളെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടി എഡിറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ മറ്റു തെറ്റുകളൊന്നും വരാതെ ഇരിക്കാൻ നിങ്ങളുടെ കടമയാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് എഡിറ്റിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുക. ഓക്കെ, താങ്ക് യു.